അടുത്തത് പോളിസാക്കറൈഡ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു പോളിസാക്കറൈഡ്? ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ ഒന്നിലധികം മോണോസാക്കറൈഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ പോളിസാക്കറൈഡ്സ് എന്ന് പറയുക. അപ്പോൾ അതിൽ ആദ്യത്തെ എക്സാമ്പിളാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് പ്ലാന്റ്സിലൊക്കെ പോളിസാക്കറൈഡ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ്. അപ്പോൾ സീരിയൽസ്, അതുപോലെ തന്നെ റൂട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, പിന്നെ വേറെ ചില വെജിറ്റബിൾസിലൊക്കെ ഈ സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. സ്റ്റാർച്ച് ആനിമൽസിൻ്റെ ഒക്കെ ഒരു ഡയറ്ററി സോഴ്സാണ്. നമ്മൾ ഈ എന്താ പറയുക, ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴി ഈ സ്റ്റാർച്ച് നമ്മുടെ ശരീരത്തിലെത്തും. അപ്പോൾ ഈ സ്റ്റാർച്ച് ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ ഒരു പോളിമറാണ്. ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ ഒരു പോളിമറാണ്. അതിൽ 2 കമ്പോണൻസ് ഉണ്ട്, അമൈലോസും അമൈലോപെക്റ്റിനും. അപ്പോൾ ഈ അമൈലോസ് എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ ആണ്, വേറാസ് അമൈലോപെക്റ്റിൻ ഇസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. ഇനി ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആൽഫ ഡി ഗ്ലൂക്കോസ് സ്ട്രെയിറ്റ് ചെയിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അമൈലോസിൽ. long chain of alpha D glucose which is connected through C1C4 glycosidic linkage. ആദ്യത്തെ ഈ മോണോസാക്കറൈഡിൻ്റെ ഫസ്റ്റ് കാർബണും രണ്ടാമത്തെ മോണോസാക്കറൈഡ് ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ 4th കാർബണും തമ്മിൽ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വഴി കണക്ട് ചെയ്തിരിക്കുന്നതാണ് അമൈലോസ്. ഇതേപോലെയുള്ള ധാരാളം മോളിക്യൂൾസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ലോങ് ചെയിൻ ആയിട്ടുള്ള ഒരു പോളിമറാണ് ഈ ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ് അമൈലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു 200-ലധികം ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. C1C4, അതായത് C1C4 ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അമൈലോപെക്റ്റിൻ ആണെങ്കിൽ അതിന് ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, ഇതേപോലെയുള്ള ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ് C1C4 ലിങ്കേജ് വഴി കണക്ട് ചെയ്തിട്ടുള്ള ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റുകളിൽ തന്നെ എന്താണ്, ഫസ്റ്റ് കാർബൺ C1 കാർബണും അതിൻ്റെ താഴത്തെ ചെയിനിലത്തെ C6 കാർബണും തമ്മിൽ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വഴി, ഇതിനെയാണ് ബ്രാഞ്ച് എന്ന് പറയുക. ലോങ് ചെയിൻ ആയിട്ടുള്ളതല്ല, ഇവിടെ ബ്രാഞ്ച് വഴി കണക്ട് ചെയ്തതാണ്. അപ്പം ഇതാണ് അമൈലോപെക്റ്റിൻ. അപ്പം ഈ 2 കമ്പോണൻസ് ആണ് സ്റ്റാർച്ചിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം സ്റ്റാർച്ചിൽ അമൈലോസും അമൈലോപെക്റ്റിനും അടങ്ങിയിട്ടുണ്ട്. അമൈലോസ് എന്ന് പറയുന്നത് ലോങ് ചെയിൻ പോളിമർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് വിച്ച് ഇസ് കണക്റ്റഡ് ബൈ C1C4 ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്. വേറാസ് അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നതോ, അമൈലോപെക്റ്റിനിൽ ബ്രാഞ്ചസ് ഉണ്ട്. എങ്ങനെയാണ് ബ്രാഞ്ച്? C1 C6 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഇതേപോലെ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് വഴി കണക്ട് ചെയ്തിട്ടുള്ള ലോങ് ചെയിൻ പോളിമറാണ്. ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ തന്നെ ഒരു പോളിമറാണ് അമൈലോപെക്റ്റിൻ. അപ്പോൾ ഈ അമൈലോസും അമൈലോപെക്റ്റിനും ഏതിലടങ്ങിയിട്ടുണ്ട്? സ്റ്റാർച്ചിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർച്ച് എന്താ പറയുക, ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഇതേപോലെയുള്ള ഒരു പോളിമറാണെന്ന് പറഞ്ഞു, ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ്. അപ്പോൾ ധാരാളം ആൽഫ ഡി ഗ്ലൂക്കോസ് മോണോസാക്കറൈഡുകൾ ഗ്ലൂക്കോസ് യൂണിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് സ്റ്റാർച്ചിൻ്റെ പറയാനുള്ളത്.